ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ സുധീഷ് നിധിനെ ഒരുവിധമൊക്കെ സമാധാനിപ്പിച്ചിട്ട് കൂട്ടിക്കൊണ്ടാവാൻ തീരുമാനിക്കുക. എന്നിട്ട് നിധിയോട് ചോദിക്കുന്നത് എനിക്ക് തിരിച്ച് പോകണമെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോയി ആക്കി തരാം, നീ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കരച്ചിൽ കേട്ടിട്ട് ഒരു നമ്പർ ഇടുകയാണ് നമ്മുടെ സുധീഷ്. അപ്പോൾ നിധിയാണെങ്കിൽ പറയണ്ടേ വേണ്ട, എന്താ ഇഷ്ടം മനസ്സിലാക്കാത്ത വീട്ടുകാരുടെ അടുത്തേക്ക് ഞാൻ ഇനി ഇല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ ഞാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഒരുവിധം നമ്മുടെ നിധിനെ സുധീഷ് കൊണ്ടുപോകാൻ തീരുമാനിക്കേണ്ട. ആ സമയത്ത് നിധി താലി ഉയരാൻ കൈ പിടിക്കാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് പറയണ്ടേ ഇപ്പം തന്നെ ഉരണ്ട ആൾക്കാർ കണ്ട എന്താ പറയുക, കുറച്ച് ദിവസം അതവൾ കഴുത്തിൽ കിടന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുവിധം സമാധാനിപ്പിച്ചിട്ട് ആ താലി ഊരാതെ പിന്നെ കൊണ്ടുപോകുന്നുണ്ട്. അവർ പോണ സമയത്ത് സുധീഷിനാണെങ്കിൽ ഭയങ്കര വിശപ്പ്. അപ്പോൾ സുധീഷ് നിധിയോട് പറയണ്ടേ എന്തെങ്കിലും നമുക്ക് കഴിച്ചാലോ എന്നൊക്കെ പറയണ്ടേ. എന്തായാലും നിധി പറയണ്ടേ നിങ്ങൾക്ക് വിശക്കുണ്ടെങ്കിൽ കഴിക്കാം, എനിക്കൊന്നും വേണ്ടാന്ന് പറയണ്ട. ആ സമയത്ത് സുധീഷാണെങ്കിൽ പറയുന്നത് എന്തായാലും എനിക്ക് വിശക്കുന്നുണ്ട് പറഞ്ഞിട്ട് സുധീഷ് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മൾ നിധി ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോണത് ചോദിക്കുന്നുണ്ട്. അതെ എന്തേ കുഴപ്പമുണ്ടോ ചോദിക്കുമ്പോൾ ഇല്ല, നിങ്ങളുടെ വീട്ടുകാർ ഇപ്പോൾ നമ്മൾ രണ്ടാളെയും കണ്ടാൽ എന്താ പറയുക, എന്താ വിചാരിക്കുക, നമ്മൾ രണ്ടാളെയും തെറ്റിദ്ധരിക്കില്ലേ എന്നൊക്കെ പറയണ്ട. അപ്പോൾ സുധീഷ് പറയണ്ട അതൊക്കെ നീ ഓർത്ത് നീ വിഷമിക്കേണ്ട, ഞാൻ അതൊക്കെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും അപ്പുറത്ത് നമ്മുടെ കിളി വീടാണെങ്കിൽ സുധീഷിനെയും നീതിനെയും കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും വീടൊക്കെ നന്നായി ക്ലീൻ ചെയ്യുന്നുണ്ട്, കുറേ കസാകലും ഫർണിച്ചറുകളൊക്കെ വാങ്ങുന്നുണ്ട് നമ്മുടെ സുഭാഷ്. അവർ വരുമ്പോഴേക്കും വീടൊക്കെ നന്നായി വൃത്തിയാക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ഹരീഷ് കയറി വരുന്ന സമയത്ത് പറയുന്നുണ്ട് ഏട്ടാ നമ്മുടെ അച്ഛന് 2 എണ്ണം ചെന്താൽ പിന്നെ താണ്ഡവം കളിക്കുള്ളൂ, അത് കണ്ട് ആ കുട്ടി പേടിച്ച് ഓടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് കുട്ടിയോ ഏട്ടത്തിയമ്മ എന്ന് വിളിക്കുക, ഇനി അവൾ നിൻ്റെ ഏട്ടത്തിയമ്മയാണ് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷാണെങ്കിൽ വിഷമിച്ച് പറയുന്നത് ഇതുവരെ അങ്ങനെ അമ്മ എന്ന് ആരെയും വിളിക്കാത്തതുകൊണ്ട് എനിക്ക് ഏട്ടത്തിയമ്മയെ വിളിക്കാൻ കൊതിയാവണോ, അവർ എത്രയും പെട്ടെന്ന് വന്നാൽ മതിയാണ് എന്നൊക്കെ സുഭാഷോട് പറയുന്നത്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.